നമസ്കാരം. തൃശ്ശൂർ മുണ്ടൂർ സ്വദേശിയായി CP ചാക്കോ ഇന്ന് രാവിലെ അന്തരിച്ചു. എറണാകുളത്ത് നിന്നും ബാംഗ്ലൂരേക്ക് പോകുന്ന വഴിയിൽ തമിഴ്നാട്ടിലെ സേലത്ത് വെച്ച് ദേശീയപാതയിൽ ട്രക്കുമായി കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിലാണ് ചാക്കോ മരിച്ചത്. ചാക്കോ ഒരു സാധാരണക്കാരനായ മനുഷ്യനായിരുന്നു. ചാക്കോയ്ക്ക് മരിയ എന്ന ഭാര്യയും 3 മക്കളുമാണ്. അതിൽ മൂത്തവനാണ് ഷൈൻ ടോം ചാക്കോ. ആ അപകടത്തിൽ ചാക്കോയുടെ ഭാര്യ മറിയ ജോർജിനും ഷൈൻ ടോമിന്റെ അനിയൻ ജോ ജോണിനും പരിക്കേറ്റു. മൂവരുടെയും പരിക്ക് ഗുരുതരമല്ല. എന്നാൽ തൽക്ഷണം ചാക്കോ മരിച്ചു. വണ്ടി ഓടിച്ചിരുന്ന ആൾക്കും പരിക്കുണ്ട്. മുൻ സീറ്റിലായിരുന്നു ജോ ജോൺ ഇരുന്നത്. നടുവിലെ സീറ്റിലായിരുന്നു ചാക്കോയും മരിയയും ഇരുന്നത്. ഏറ്റവും പിറകിൽ കിടക്കുകയായിരുന്നു ഷൈൻ ടോം ചാക്കോ. ഇടിയുടെ ആഘാതത്തിൽ തെറിച്ചുപോയി ഷൈൻ ടോം ചാക്കോയുടെ കൈ ഒടിഞ്ഞതായി റിപ്പോർട്ടുണ്ട്. എന്നാൽ അതീവ ഗുരുതരമായ അപകടത്തിൽ CP ചാക്കോ മരിച്ചുപോയി. ഷൈൻ ടോം ചാക്കോയുടെ പിതാവേ എന്നതിനപ്പുറം CP ചാക്കോയ്ക്ക് ജീവിതത്തിൽ കാര്യമായ പ്രസക്തിയൊന്നുമില്ല. ഒരു സാധാരണ കുടുംബത്തിൽ ജനിച്ചു വളർന്ന സാധാരണ മനുഷ്യർ. മകൻ്റെ പ്രതിഭ കൊണ്ട് മാത്രം മകനും അപ്പനും അമ്മയുമൊക്കെ പ്രശസ്തനായ ജീവിതം. CP ചാക്കോയ്ക്കും ഭാര്യ മരിയയ്ക്കും പഴയ ഒരു പരിചയം സംവിധായകൻ കമലിനോടുണ്ട്. സ്കൂളിൽ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ മിമിക്രിയും മോണാക്റ്റും നാടകാഭിനയമൊക്കെ ഉണ്ടായിരുന്ന ഷൈൻ ടോമിന് ചെറുപ്പം മുതൽ സിനിമയിൽ അഭിനയിക്കാൻ മോഹമുണ്ടായിരുന്നു. ഒരിക്കൽ അവർ താമസിക്കുന്ന നാട്ടിൽ ഒരു ജ്വല്ലറി ഉദ്ഘാടനത്തിന് സംവിധായകൻ കമലെത്തിയപ്പോൾ സ്കൂളിൽ പഠിക്കുന്ന ഷൈൻ ടോം കമലിനെ പോയി ചാക്കോ ചേട്ടൻ്റെയും മരിയ ചേച്ചിയുടെയും മകനാണ് എന്ന് പറയുകയാണ്. കമലിന് ഓർമ്മ വന്നു പഴയ പരിചയം. എന്താ വിഷയം എന്ന് ചോദിച്ചപ്പോൾ അച്ഛൻ്റെ കാലിന് ഒരു പ്രശ്നമായതുകൊണ്ട് കിടപ്പിലാണ്, കാണണമെന്ന് പറഞ്ഞു. കമൽ വീട്ടിൽ ചെന്നു. അവിടെ വെച്ച് സിനിമയിൽ അഭിനയിക്കണമെന്ന് ആഗ്രഹം പറഞ്ഞു. അതും ഇറങ്ങാൻ നേരം. കമൽ മറുപടി ഒന്നും പറഞ്ഞില്ല. അടുത്ത സിനിമയുടെ ഷൂട്ടിംഗ് സ്ഥലത്തെത്തി സംവിധാന സഹായിയായി അങ്ങ് കൂടെ ചേർന്നു. കുട പിടിച്ചുകൊണ്ടിരുന്ന ഒരു സഹായി കുട താഴെ വെച്ച് മാറിപ്പോയപ്പോൾ കുടയടിച്ചു പിടിച്ചായിരുന്നു വിളിക്കാതെ തന്നെയുള്ള ആ തുടക്കം. പിന്നീട് ആ സിനിമയുടെ സഹസംവിധായകനായി കൂടി പതിയെ സിനിമയിലേക്ക് വരികയായിരുന്നു. ഷൈനിന്റെ സിനിമാ ജീവിതത്തിൽ ഉടനീളം ഏറ്റവും വലിയ പ്രചോദനമായി നിന്നത് CP ചാക്കോ എന്ന പിതാവായിരുന്നു. അപ്പൻ്റെയും അമ്മയുടെയും പേര് പറഞ്ഞു തന്നെയാണ് ഷൈൻ കമലിലൂടെ സിനിമയിൽ കയറിപ്പറ്റുന്നത്. മറ്റൊരു വിലാസവും ഷൈനിനുണ്ടായിരുന്നില്ല. തൻ്റെ അപ്പൻ്റെയും അമ്മയുടെയും വിലാസം തന്നെയാണ് ഏറ്റവും വലിയ വിലാസം എന്നതുകൊണ്ട് തന്നെ കിട്ടിയ അവസരങ്ങളിലൊക്കെ ചാക്കോ ചേട്ടൻ്റെയും മരിയ ചേച്ചിയുടെയും മകനാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഷൈൻ ഇടിച്ചു കയറി. അതിൽ ഷൈനിന് ഒരു ചമ്മലുമുണ്ടായിരുന്നില്ല. ചാക്കോ ചേട്ടൻ്റെയും മരിയ ചേച്ചിയുടെയും മകനായതുകൊണ്ട് മാത്രം കമൽ ഷൈനിനെ സഹിച്ചു. എന്നാൽ പിന്നീട് ഷൈനിന് മുമ്പിൽ തുറന്നു കിട്ടിയത് അവസരങ്ങളുടെ വാതായനമായിരുന്നു. നിർഭാഗ്യവശാൽ സിനിമയുടെ ജീവിതം ഷൈനിൻ്റെ വ്യക്തി ജീവിതത്തെ വല്ലാതെ ബാധിച്ചു. ഷൈൻ ലഹരിക്കടിമയായി. എന്നാൽ അത് നിഷേധിക്കാനോ മറച്ചു വയ്ക്കാനോ ഷൈൻ ഒരിക്കലും ശ്രമിച്ചിട്ടില്ല. വർത്തമാനത്തിലും ഇടപെടലിലുമൊക്കെ തൻ്റെ സ്വതസിദ്ധമായ ആത്മാർത്ഥതയും സത്യസന്ധതയും ഷൈൻ തുടർന്നു. കൊക്കൈൻ കേസിൽ ഷൈൻ അറസ്റ്റിലാവുകയും ജയിലിലാവുകയും ചെയ്തിട്ടും ഷൈനിന് സിനിമ നഷ്ടമാവാതിരുന്നത് ഈ സത്യസന്ധതയും ആത്മാർത്ഥതയും കൊണ്ടാണ്. പലപ്പോഴും സിനിമയിലെത്തുന്ന ആളുകൾ മറ്റുള്ളവരെ വലിച്ചു താഴെയിട്ട് രക്ഷപ്പെടാൻ ശ്രമിക്കുമ്പോൾ അത്തരവും കാപട്യവും മുഖമുദ്രയാക്കിയപ്പോൾ ഷൈൻ ഒരു തുറന്ന പുസ്തകമായി ഒരു പച്ച മനുഷ്യനായി തന്നെ ജീവിച്ചു. ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയ ഷൈനിന് ഒരു സിനിമ പോലും നഷ്ടമായില്ല എന്ന് മാത്രമല്ല, സിനിമയിൽ തിരക്ക് കൂടുകയാണ് ചെയ്തത്. 10 വർഷം കൊണ്ട് കുറ്റവിമുക്തനാക്കപ്പെട്ടെങ്കിലും ഷൈൻ അങ്ങനെ ഒരു കുറ്റം ചെയ്തിട്ടില്ല എന്ന് ഷൈനിൻ്റെ അപ്പൻ ചാക്കോയല്ലാതെ മറ്റാരും ഇതുവരെ പറഞ്ഞിട്ടില്ല. ഷൈൻ പോലും അത് സമ്മതിച്ചിട്ടില്ല. എന്നാൽ ചാക്കോയ്ക്ക് തൻ്റെ മകൻ ലഹരിക്കടിമയാണ് എന്ന തരത്തിൽ പറയുന്നതും പ്രചരിപ്പിക്കുന്നതും വേദനയായിരുന്നു. മകൻ ലഹരിക്കടിമയാണ് എന്ന് സമ്മതിക്കാൻ അച്ഛൻ ഒരിക്കലും ഒരുക്കമായിരുന്നില്ല. അതുകൊണ്ടാണ് ലഹരി കേസിൽ ജയിലിന് പുറത്തേക്ക് വന്ന മകനെക്കുറിച്ച് ചാക്കോ ഇങ്ങനെ പറഞ്ഞത്. വിമർശനം പറയണ സമയത്ത് തന്നെ എല്ലാവർക്കും അറിയാം അത് ഫേക്ക് ആയിട്ടുള്ളൊരു റിസൾട്ട് ന്യൂസാണെന്നും കാര്യങ്ങളാണെന്നും എല്ലാവർക്കും അറിയാമായിരുന്നു. അതിൻ്റെ പേരിൽ അവന് കരിയറിൽ അവനെ പറ്റി തരം താഴ്ത്തേണ്ട യാതൊരു പ്രശ്നവും ഉണ്ടായിട്ടില്ല. അവനും അനുദിനം അവൻ്റെ ഫീൽഡ് നന്നായിക്കൊണ്ടിരിക്കുകയാണ് ചെയ്തിട്ടുള്ളതെന്ന്. ഒരാളുടെ മകൻ്റെ പേരിൽ ഒരു ആരോപണം വരുമ്പോൾ അതിൻ്റേതായ വിഷമം എല്ലാവർക്കും ഉണ്ടാവും. ആ വിഷമം ഞങ്ങൾക്കും ഉണ്ടായിരുന്നു. പക്ഷെ അതൊന്നൊക്കെ അതിജീവിച്ച് ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് അതൊന്നൊക്കെ അതിജീവിച്ച് ഇപ്പോൾ നല്ലൊരു പോസിറ്റീവ് റിസൾട്ട് പെടുത്തിയതാന്നുള്ള വിശ്വാസത്തിലാണ് ഇപ്പോഴും ഞങ്ങൾ നിൽക്കുന്നത്. പക്ഷേ അത് കോടതിയുടെ ചട്ടക്കൂടുള്ള കാരണം ഞങ്ങളത്
അതിനെപ്പറ്റി ഞങ്ങളുടെ വക സ്വന്തമായ ഒരു അന്വേഷണം തുടങ്ങിയിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോൾ കോടതിയുടെ ഇതിന്ന് നമ്മൾ മുക്തമായതിൻ്റെ പേരിൽ ഇനി തുടർന്ന് ഒരു അന്വേഷണം നടത്താനുള്ള ശ്രമത്തിലാണ് ഞങ്ങൾ നടക്കുന്നത്. ഈ 10 വർഷം പിന്നെ കുടുങ്ങുന്നതിൽ സിനിമ ഇൻഡസ്ട്രിക്ക് അടക്കം എന്ത് കാര്യം പറഞ്ഞാലും സിനിമ ഇൻഡസ്ട്രിയിൽ ലഹരിയാണ് ഉപയോഗിക്കുന്നത്, ലഹരി മുഴുവൻ ഉപയോഗിക്കുന്നുണ്ട്. അതിന് ഉദാഹരണം ഷൈൻ ടോം ചാക്കോ ആണെന്നാണ് പറയാറ്. ഇനിയിപ്പോൾ ആ ഉദാഹരണം പറയാൻ പറ്റില്ല. അപ്പം ഇനി സിനിമാ മേഖലയിൽ ലഹരി ഉണ്ടെന്ന് പറഞ്ഞിട്ട് ആരും നടക്കണ്ട. ഇനി ആകെ 10 വർഷത്തിനിടയ്ക്ക് ആകെ പറയാൻ പറ്റിയുള്ള ഷൈൻ്റെ ഒരു പേരാ. അതിപ്പോൾ കോടതി വിട്ടതിൻ്റെ പേരിൽ ഇനിയിപ്പോൾ അതാരും പറഞ്ഞു നടക്കേണ്ട ആവശ്യമില്ല. എന്നാൽ ഷൈൻ ടോം ഒരിക്കലും താൻ ലഹരി കഴിച്ചിട്ടില്ല എന്ന് പറഞ്ഞിട്ടില്ല. ലഹരിക്ക് എന്താ കുഴപ്പം എന്നതായിരുന്നു ഷൈനിന്റെ ചോദ്യം. എന്ന് മാത്രമല്ല, തനിക്ക് ലഹരിയുടെ സ്വാധീനത്തിൽ നിന്നും രക്ഷപ്പെടാൻ കഴിയുന്നില്ല, താൻ ആഗ്രഹിച്ചിട്ടും നടക്കുന്നില്ല. ഇത് തെറ്റാണെന്നറിയാം, പക്ഷെ എന്ത് ചെയ്യാൻ കഴിയും, തന്നെ വല്ലാതെ ലഹരി പിടിച്ചിരിക്കുന്നു എന്ന് ഷൈൻ തുറന്നു പറഞ്ഞിട്ടുണ്ട്. ഈ അടുത്ത കാലത്ത് വീണ്ടും ഹൈബ്രിഡ് കഞ്ചാവ് കേസിൽ ഷൈൻ പ്രതിയാകുന്ന സാഹചര്യമുണ്ടായി. എക്സൈസ് സംഘമെത്തിയപ്പോൾ ഹോട്ടൽ മുറിയിൽ നിന്നും ജനാലയിലൂടെ ചാടിയിറങ്ങി രക്ഷപ്പെട്ടുപോയ ഷൈനിനെ പോലീസ് വിളിച്ചു വരുത്തിയിരുന്നു. പോലീസിനെ കണ്ട് ഗുണ്ടകളാണെന്ന് കരുതി പേടിച്ചോടിയതായിരുന്നു എന്നായിരുന്നു ഷൈനിന്റെ വിശദീകരണം. ആ കേസിലൂടെ വീണ്ടും ഷൈൻ ടോം ചാക്കോ ലഹരിയുമായി ബന്ധപ്പെട്ട ചർച്ചകളിൽ നിറഞ്ഞു. ഷൈൻ ടോമിന്റെ പെരുമാറ്റവും ഇടപെടലും, അഭിമുഖങ്ങളിൽ അദ്ദേഹം കൊടുക്കുന്ന മറുപടിയും, അഭിമുഖം എടുക്കുന്ന പെൺകുട്ടികളോട് അദ്ദേഹം ചോദിക്കുന്ന ചോദ്യവും ഒക്കെ തന്നെയാണ് ഷൈൻ ലഹരിക്കടിമയാണ് എന്ന് ജനം വിശ്വസിക്കാൻ കാരണമായത്. ഷൈനിന്റെ ശരീരഭാഷയിൽ നിറഞ്ഞു തുളുമ്പുന്നത് ലഹരി തന്നെയാണ്. അതെന്തായാലും സ്ക്രീനിലെത്തുമ്പോൾ ഷൈൻ ടോം ചാക്കോ മറ്റൊരു മനുഷ്യനായി മാറുന്നു. അസാധാരണമായ അഭിനയ പാടവത്തിലൂടെ ഷൈൻ മലയാളികളുടെ ഹൃദയത്തിൽ ഇടം പിടിക്കുന്നു. ചെറിയ വേഷമാണെങ്കിലും അത് ഭംഗിയായി അഭിനയിച്ചു പൂർത്തിയാക്കാൻ ഷൈനിന് കഴിഞ്ഞിട്ടുണ്ട്. എല്ലാ പ്രതിസന്ധി ഘട്ടത്തിലും ഷൈനിന് കൂട്ടായി നിന്നതും ഷൈനിനെ താങ്ങിപ്പിടിച്ചതും പിതാവ് ചാക്കോ തന്നെയായിരുന്നു. ചാക്കോ ചേട്ടന്റെയും മരിയ ചേച്ചിയുടെയും കെയർ ഓഫിൽ സിനിമയിലെത്തിയ ഷൈൻ അവർക്ക് വേണ്ടി ലഹരി ഉപയോഗിക്കാൻ ദൃഢപ്രതിജ്ഞ ചെയ്തു. അതിന് കാരണമായി ഷൈൻ പറയുന്ന ഒരു സംഭവമുണ്ട്. ഷൈനിനെ ആദ്യം പോലീസ് അറസ്റ്റ് ചെയ്ത് സ്റ്റേഷനിൽ പോയിരിക്കുമ്പോൾ താഴെ ഇരുന്ന് കരയുന്ന പിതാവിൻ്റെ മുഖം ഷൈൻ ഒരിക്കലും മറന്നിട്ടില്ലത്രേ. അമ്മയ്ക്ക് വേണ്ടിയും അപ്പന് വേണ്ടിയും ലഹരി ഉപേക്ഷിക്കാൻ പലതവണ ശ്രമിച്ചു. പക്ഷെ ഷൈനിന് ഒരിക്കലും അതിന് സാധിച്ചില്ല. പക്ഷെ ഒരിക്കൽ പോലും ഷൈനിനെ ലഹരിക്ക് അടിമയാണ് എന്ന് പറഞ്ഞ്, വീട്ടിലെ ഉത്തരവാദിത്വമില്ല എന്ന് പറഞ്ഞ് ചവിട്ടി പുറത്താക്കാതെ കാത്തു സൂക്ഷിച്ചത് ഈ ചാക്കോ എന്ന പിതാവായിരുന്നു. ചാക്കോ ഒരു അഭിമുഖത്തിൽ പറയുന്നുണ്ട്, സങ്കടത്തോടെ വേദനയോടെ പറയുന്നുണ്ട്, മകന് ഏറ്റവും ഇഷ്ടമുള്ള വട്ടയപ്പവും ഇറച്ചിക്കറിയും വിളമ്പി വയ്ക്കുമ്പോൾ അവൻ കഴിക്കാതെ പോകുന്ന ദിവസങ്ങളുണ്ടായിരുന്നു അന്ന്. ആ ദിവസങ്ങളിൽ അവൻ വട്ടയപ്പത്തെയും ഇറച്ചിക്കറിയെയും നോക്കിയിട്ട് നടന്നു പോകുമ്പോൾ സങ്കടം വരുമായിരുന്നെന്ന്. കാരണം വട്ടയപ്പവും ഇറച്ചിക്കറിയും ഉണ്ടെങ്കിൽ ഷൈൻ അത് വിടാറില്ല. പക്ഷേ ലഹരിയുടെ ദിനങ്ങളെക്കുറിച്ചാവാം പിതാവ് ചാക്കോ ഓർമ്മിപ്പിച്ചത്. ആഹാരത്തോട് പോലും താല്പര്യമില്ലാതെ നടന്ന ആ പഴയ കാലത്തെക്കുറിച്ച്. ഈ CP ചാക്കോ തന്നെയായിരുന്നു ഷൈനിൻ്റെ മാനേജരും. 100-ലധികം സിനിമകളിൽ അഭിനയിച്ച് പ്രതിഭ തെളിയിച്ച ഷൈനിനൊപ്പം എപ്പോഴും നിഴൽ പോലെ ചാക്കോയുണ്ടായിരുന്നു. ഔദ്യോഗിക കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ മാനേജരായപ്പോൾ ലഹരി അടക്കമുള്ള വഴികളിലൂടെ പൂർണ്ണമായും നശിച്ചു പോകാതെ പിടിച്ചു നിർത്താൻ അച്ഛൻ എന്ന നിലയിൽ ശാസന ബുദ്ധിയോടെ ഇടപെട്ടു. ഷൈനിന്റെ അമ്മ ആ അഭിമുഖത്തിൽ പറയുന്നുണ്ട്, ഞങ്ങളുടെ മകനെ എങ്ങനെയെങ്കിലും തിരിച്ചു കിട്ടിയത് കൃപാസനം മാതാവിന്റെ അനുഗ്രഹം കൊണ്ടാണെന്ന്. ആലപ്പുഴയിലെ ജോസഫ് അച്ഛൻ നടത്തുന്ന കൃപാസനം ധ്യാന കേന്ദ്രത്തെക്കുറിച്ചാണ് അമ്മ പറഞ്ഞത്. മകന് വേണ്ടി കൃപാസനം ആശ്രമത്തിൽ പോയി ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ച അമ്മയുടെ കരുതൽ, അമ്മയുടെ വേദന, അമ്മയുടെ ആശങ്ക, പോലീസ് സ്റ്റേഷനിൽ ഇരുന്നും കരഞ്ഞുകൊണ്ട് തൻ്റെ മകൻ വഴിവിട്ടു പോകാതിരിക്കാൻ വേണ്ടി പ്രാർത്ഥനയോടെ കാത്തിരുന്ന അച്ഛൻ്റെ കരുതൽ, അതൊക്കെ ഒടുവിൽ ഷൈൻ ടോം ചാക്കോയെ നന്നാവാൻ പ്രേരിപ്പിച്ചത്. ഏറ്റവും ഒടുവിൽ ഹൈബ്രിഡ് കഞ്ചാവ് കേസിൽ കൂടി ഷൈൻ ടോം ചാക്കോ വാർത്തകളിൽ നിറഞ്ഞു നിന്നതോടെ ഇനി എന്തായാലും ലഹരി ലോകത്ത് ഇല്ല എന്ന് ഷൈൻ തീരുമാനിക്കുകയായിരുന്നു. അതിനുവേണ്ടി തൊടുപുഴയിലെ ഒരു ചികിത്സാ കേന്ദ്രത്തിലേക്ക് മാറി. ആഴ്ചകളോളം നീണ്ട ചികിത്സ ഏതാണ്ട് ഫലപ്രദമായെങ്കിലും അതിൻ്റെ പാർശ്വഫലങ്ങൾ ഒഴിവാക്കാൻ പൂർണ്ണമായ മുക്തി തേടി ഷൈനിനെയും കൊണ്ട് അച്ഛനും അമ്മയും സഹോദരനും പോയത് ബാംഗ്ലൂർക്കായിരുന്നു. ആദ്യം ഷൈൻ അറസ്റ്റിലാകുമ്പോൾ ഷൈനിൻ്റെ സഹോദരൻ ജോൺ ആദ്യത്തെ ജോലി കിട്ടി ബാംഗ്ലൂരിലേക്ക് വണ്ടി കയറിയതേ ഉണ്ടായിരുന്നുള്ളൂ. അന്ന് ജോലി വേണ്ടെന്ന് വെച്ച് ചേട്ടനെ സഹായിക്കാൻ വേണ്ടി മടങ്ങി വന്ന ജോൺ പിന്നീട് ആ ജോലിക്ക് പോലും പോയില്ല. ഒടുവിൽ ചാക്കോ ചേട്ടനും മരിയ ചേച്ചിയും ജോണും ഒരുമിച്ച് തങ്ങളുടെ കൂടപ്പിറപ്പിനെ രക്ഷിക്കാൻ വേണ്ടിയുള്ള യാത്രയിലാണ് കാലൻ കള്ളനെ പോലെ എത്തിയത്. ആ അപകടത്തിൽ CP ചാക്കോ എന്ന ഷൈനിന്റെ സർവവുമായ പിതാവ് അന്തരിച്ചു.
ഇനി വട്ടയപ്പവും ഇറച്ചിക്കറിയും കാണുമ്പോൾ ഷൈനിന് കരയാതിരിക്കാൻ കഴിയില്ല. അതെ, ഒരു നിഷ്കളങ്കനായ പിതാവിൻ്റെ വാത്സല്യമാണ് ഷൈനിന് നഷ്ടപ്പെട്ടിരിക്കുന്നത്. ലഹരിയുടെ ലോകത്തു നിന്നും ജീവിതത്തിലേക്കുള്ള ഒരു മടക്കയാത്രയായി ഷൈൻ നഷ്ടത്തെ സ്വീകരിക്കട്ടെ എന്ന് മാത്രം പ്രാർത്ഥിക്കുന്നു.